ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ഒറ്റ വായന തന്നെ വമ്പൻ ഒരു പ്രതീക്ഷ നൽകുന്ന രണ്ട് വചനങ്ങൾ നമ്മളിന്ന് വായിക്കാൻ പോവാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ജെറുസലേമിന് പ്രതീക്ഷ. എന്നിപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഒരു ഭയങ്കര ബൂസ്റ്റ് നമുക്ക് ഇപ്പം തരാൻ പോകുന്ന ഒരു വചനമാണ് ഉറപ്പായിട്ടും. കർത്താവ് ഒരു അധ്യായത്തിൽ തന്നെ 2 തവണ ഇങ്ങനെ വചനത്തിലൂടെ എടുത്തു പറയാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ. നിങ്ങളുടെ മനസ്സിലേക്ക് ആ വചനം വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പഴയ നിയമത്തിൽ ബാറൂക്കിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യവും ഒപ്പം തന്നെ അതിന്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ജെറുസലേമേ ധൈര്യമായിരിക്കുക, നിന്റെ ശത്രുകരങ്ങളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചെടുക്കും, അവൻ നിന്നെ മോചിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ ഈ 2 വചനങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വായിച്ചിട്ട് വേണം ഇന്ന് കടന്നുറങ്ങാം കേട്ടോ. ബാറൂക്ക് 4:21 4:30, ജെറുസലേമേ ധൈര്യമായിരിക്കുക, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുക എന്ന് കർത്താവ് പറയാണ്. ഈ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ സ്പെഷ്യലായിട്ട് പറയാം, ജെറുസലേമേ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം വരുള്ളൂ. ഏറ്റവും വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈശോ എനിക്ക് പേരിട്ട എൻ്റെ ദൈവം തന്നെ എനിക്ക് ആശ്വാസമായിരുന്നു. പേരിട്ടവൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ചുമ്മാ നമുക്കൊരു നെയിം തന്നു എന്നുള്ളതല്ല. നിന്റെ പേര് നന്നായിട്ട് അറിയാവുന്ന, നിന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന നിന്റെ കർത്താവ് നിന്നോട് പറയാണ് ധൈര്യമായിട്ടിരിക്കാൻ. ഇന്നിപ്പോൾ പേടിപ്പെടുത്തുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ ധൈര്യമായിട്ടിരിക്കുക, നിന്നെ മോചിപ്പിക്കുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ബാറൂക്ക് 4:21 4:30 ഈ 2 വചനത്തിൽ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ ഈശോയുടെ മടിയിൽ കിടന്നുറങ്ങുക. കർത്താവ് നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.